my dear students, welcome to Mixed Vlog. Mixed Vlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ റോസ പാർക്സ് സാറ്റ്സിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ ഓപ്പൺ ആക്കി വെക്കണം. എന്നിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് മീനിങ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം റോസ പാർക്കിൻ്റെ പ്രൊഫൈൽ നോക്കൂ. അപ്പോൾ നോക്കൂ, പ്രൊഫൈൽ നോക്കൂ. റോസ പാർക്സ് 1913 and 2005 was an African American civil rights activist whom the United States Congress called the first lady of the civil rights and the mother of the freedom movement. എന്താ പറയുന്നത്? റോസ പാർക്സ് എന്നുള്ള വ്യക്തി 1913 ജനിച്ച് 2005 മരണപ്പെട്ട പൗരാവകാശത്തിന് വേണ്ടി പോരാടിയ പ്രമുഖ വനിതയായിരുന്നു റോസ പാർക്ക്. അവരെ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ത് വിളിച്ചു? ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ് എന്നും അതുപോലെ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് എന്നും അവരെ വിളിച്ചു. Her birthday February 4th and the day she was arrested December 1st have both become Rosa Parks Day, commemorated in both California and Ohio. അതായത് അവരുടെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 4. ആ ദിവസവും അതുപോലെ തന്നെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡിസംബർ 1 അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ആ ഡിസംബർ 1 അതുപോലെ അവരുടെ ബർത്ത്ഡേ ഫെബ്രുവരി 4 റോസ പാർക്സ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. കാലിഫോർണിയക്കാരും അതുപോലെ ഒഹിയോ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളും അങ്ങനെയാണ് അവരെ ആ ദിവസം റോസ പാർക്സ് ഡേ ആയിട്ടാണ് അവർ ആചരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രൊഫൈൽ, നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. നോക്കൂ, അതിന് മുകളിൽ എന്താണ് ചെറിയൊരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ദ ബിഗ്ഗസ്റ്റ് സക്സസ് ഓഫൺ റിസൾട്ട് ഫ്രം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബാറ്റിൽസ്. എന്താ പറയുന്നത് നോക്കൂ. ഏറ്റവും വലിയ വിജയം നടക്കാറുള്ളത് ഏറ്റവും വലിയ യുദ്ധങ്ങളുടെ അവസാനത്തിലാണ്, അല്ലേ? നമ്മൾ ഏറ്റവും നന്നായി വിജയം കാണണമെങ്കിൽ നമ്മൾ നന്നായി പോരാടണം. എങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ, അല്ലേ? നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല വിജയം കിട്ടുള്ളൂ. അതുപോലെ ഏതൊരു കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പോരാട്ടം നടക്കണം. വലിയ യുദ്ധങ്ങളുടെ അവസാനത്തിലാണ് ഏറ്റവും വലിയ വിജയം നടക്കാറുള്ളത്. Let us read the story of Rosa Parks, whose life was a battle for justice. എന്നാൽ നമുക്ക് റോസ പാർക്സ് എന്നുള്ള ഈ ചാപ്റ്റർ വായിക്കാം. അവരുടെ ജീവിതം നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. റോസ പാർക്കിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ, ഫസ്റ്റ് പാരഗ്രാഫ്. On December 1st, 1955, Rosa Parks refused to move. എന്താ പറയുന്നത്? റോസ പാർക്സ് മൂവ് ചെയ്യാൻ വിസമ്മതിച്ചു എന്നാണ്. ഡിസംബർ 1 1955 റോസ പാർക്സ് മൂവ് ചെയ്യാൻ വിസമ്മതിച്ചു. ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലൈവ്സ്. എന്നാൽ ഈ നിലപാട്, അവർ മൂവ് ചെയ്യാൻ വിസമ്മതിച്ച ഈ നിലപാട്, ഞാൻ മൂവ് ചെയ്യൂല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വിസമ്മതിച്ച ആ നിലപാട് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. റോസ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. റോസ പാർക്ക് എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. എന്നാൽ ഒരു ദിവസം അവരെന്ത് ചെയ്തു? ഒരു ദിവസം ഒഴികെ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഒരു ദിവസം വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് സാധാരണ ദിവസം വർക്ക് ചെയ്യുന്നതിനേക്കാളും ഭാരം കൂടിയതായിരുന്നു. അത് നന്നായിട്ട് അധ്വാനം ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ ദിവസവും വർക്ക് ചെയ്യാറുണ്ട്, എന്നാൽ ഒരു ദിവസം എന്താണ്? നല്ല കഠിനാധ്വാനം, നല്ല കൂടുതലായിട്ട് വർക്ക് ചെയ്തൊരു ദിവസമായിരുന്നു. At the end of the day, ആ ദിവസത്തിൻ്റെ അവസാനം, there was only one thought in her mind. അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കയറി വന്നു. അവരുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഷീ വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. അവർക്ക് എന്ത് ചെയ്യണം? ഇരിക്കണം. അവർ ജോലി കഴിഞ്ഞ് സാധാരണ ദിവസത്തേക്കാളും ക്ഷീണിതയായിട്ടാണ് ആ ദിവസമുള്ളത് അല്ലേ? അങ്ങനെ അപ്പോൾ അവൾ വിചാരിച്ചു എനിക്ക് ഇരിക്കണം. അതായിരുന്നു അവരുടെ ചിന്ത. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. അപ്പം എന്താണ്? ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് എവരിബഡി വാസ് ഗോയിങ് ഹോം. എല്ലാവരും വീട്ടിലേക്ക് പോയി. മനസ്സിലായോ? ഈ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. റോസ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. റോസ എന്ത് ചെയ്തു? ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ആൻഡ് ഗോട്ട് ഓൺ എ ബസ്. എന്നിട്ട് ഒരു ബസ്സിലേക്ക് കയറി. ദർ വർ മെനി വേക്കൻറ്റ് സീറ്റ്സ്. ആ ബസ്സിലാണെങ്കിൽ ഒരുപാട് വേക്കൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ കാലിയായി കിടക്കുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു. ഷീ പെയ്ഡ് ഹെർ ഫെയർ ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ നിയറസ്റ്റ് സീറ്റ്. അവരെന്ത് ചെയ്തു? അവരുടെ ടിക്കറ്റ് എല്ലാം എടുത്തു. പെയ്ഡ് ഹെർ ഫെയർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ആ പൈസ എല്ലാം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവർ ഏറ്റവും അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരുന്നു. ദ ബസ് വാസ് നിയർലി എംപ്റ്റി. ബസ് ഓൾമോസ്റ്റ് എന്താണ്? ആളുകളൊന്നും തീരെ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് നിയർലി എംപ്റ്റി ആണ്. നിയർലി എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാതും എന്താണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്, കാലിയായിട്ടാണ് ബസ് ഇരിക്കുന്നത്. റോസ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ. അവരെന്താണ്? ഓ താങ്ക് യു, സീറ്റൊക്കെ കിട്ടിയല്ലോ എന്നുള്ളതിൽ നന്ദി എന്ന് അറിയിച്ചുകൊണ്ട് നിന്നു. ഹർ ഫീറ്റ് വർ വെരി ടയേർഡ്. അവരുടെ കാലെന്താണ്? ഭയങ്കര ക്ഷീണിതയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു അവർ എന്നത്തേക്കാളും ക്ഷീണിതയായ ദിവസമായിരുന്നു അത്. ഒരുപാട് വർക്ക് ചെയ്ത ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവരുടെ കാലുകൾക്കെല്ലാം നല്ല തളർച്ച അനുഭവപ്പെട്ടു. ദേ റിയലി നീഡഡ് എ റെസ്റ്റ്. അവർക്ക് എന്താ? ആ കാലുകൾക്ക് എന്ത് വേണമെന്നാ പറയുന്നത്? നീഡഡ് റെസ്റ്റ്. ആ കാലുകൾക്ക് ഉറപ്പായിട്ടും റെസ്റ്റ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദാറ്റ് വാസ് ഹൗഎവർ സംതിങ് ഓൺലി റോസ ന്യൂ. എന്താ പറഞ്ഞത്? ദാറ്റ് വാസ് ഹൗഎവർ സംതിങ് ഓൺലി റോസ ന്യൂ. അത് മാത്രമായിരുന്നു അവർക്ക് അറിയാവുന്ന ഒരു കാര്യം. എൻ്റെ കാലുകൾക്ക് റെസ്റ്റ് വേണം എന്നായിരുന്നു അവർക്ക് അറിയാവുന്ന കാര്യം. ദ ഡ്രൈവർ ഓഫ് ദ ബസ് ന്യൂ നത്തിങ് അബൌട്ട് ഹെർ ഫീറ്റ്. ഡ്രൈവറിലാണ്, ബസ്സിന് ഡ്രൈവർ ഉണ്ടാവും അല്ലേ? ഈ ഡ്രൈവർക്കാണെങ്കിൽ എന്താണ്? അവരുടെ കാലിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവരുടെ കാല് ടയേർഡാണെന്നോ മറ്റോ ഒന്നും ഡ്രൈവർക്ക് അറിവില്ല. ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹെർ നെയിം. ഇത് ആരാണ് എന്ന് റോസാപ്പാക്കിൻ്റെ നെയിം പോലും ഈ ഡ്രൈവർക്ക് അറിയില്ല. ബട്ട് ഹീ സോ ദാറ്റ് ഷീ വാസ് നോട്ട് വൈറ്റ്. പക്ഷേ ഒരു കാര്യം മാത്രം ആ ഡ്രൈവർക്ക് അറിയാം. ഷീ ഈസ് നോട്ട് വൈറ്റ്. അവരെന്താണ്? അവർ വൈറ്റ് അല്ല. അവരുടെ കളർ എന്ന് പറയുന്നത് വൈറ്റ് പീപ്പിൾ അല്ല, വൈറ്റ് പാസഞ്ചർ അല്ല. ഷീ ഈസ് എ ബ്ലാക്ക് പാസഞ്ചർ ആണ് എന്ന് മാത്രമാണ് ഡ്രൈവർക്ക് അറിയാവുന്നത്. മനസ്സിലായല്ലോ? ഡ്രൈവർക്ക് എന്തറിയാം? അവരുടെ കാലിനെ പറ്റി അറിയില്ല, അവരുടെ പേരറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ അറിയൂ. എന്താ അറിയാം? ഷീ ഈസ് നോട്ട് എ വൈറ്റ് പാസഞ്ചർ, ഷീ ഈസ് എ ബ്ലാക്ക് പാസഞ്ചർ എന്ന് മാത്രമാണ് ഡ്രൈവർക്ക് അറിയുക. She was a black passenger and that he thought was all he needed to know about her. എന്താ പറഞ്ഞത്? അയാൾക്ക് അറിയേണ്ടതും അത് മാത്രമായിരുന്നു. അയാൾ ചിന്തിച്ചു അയാൾക്ക് അറിയേണ്ടതും അത് മാത്രമായിരുന്നു. അയാൾക്ക് ഇവരുടെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയണ്ട. ഡ്രൈവർക്ക് അറിയേണ്ടത് അവർ വൈറ്റ് പാസഞ്ചർ ആണ്, ബ്ലാക്ക് പാസഞ്ചർ ആണ് എന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അത് അയാൾക്ക് അറിയുകയും ചെയ്തു അല്ലേ? ഷീ ഈസ് എ ബ്ലാക്ക് പാസഞ്ചർ. But he was making a mistake. It was a mistake that cost his company a lot of money. ഈ ബ്ലാക്ക് ലേഡിയെ ഇരുത്തി യാത്ര ചെയ്തല്ലേ? ഇവർ ഇരിക്കുകയാണ്, ഇവർ സീറ്റിൽ ഇരിക്കുകയാണ്. ഈ ബ്ലാക്ക് ലേഡിയാണ് റോസാപ്പാക്ക് എന്ന് പറയുന്നത്. ഈ റോസാപ്പാക്ക് ബ്ലാക്ക് ലേഡി ആയതുകൊണ്ട് തന്നെ ഇവരെ ഇരുത്തി യാത്ര ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്, വലിയൊരു തെറ്റാണ്. അങ്ങനെ ഇരുത്തി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരുടെ കമ്പനിക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടും. അവിടുത്തെ റൂൾ അങ്ങനെയാണ്. വൈറ്റ് പാസഞ്ചർ ആണ് ഇരിക്കേണ്ടത്, ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്ലാക്ക് പാസഞ്ചർ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞു അല്ലേ? റോസാപ്പാക്ക് ഒരു ബ്ലാക്ക് പാസഞ്ചറാണ്. അവർ ഇരുന്നു. അങ്ങനെ ഇരുത്തി കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പനിക്ക് വലിയ പൈസ, വലിയൊരു തുക നഷ്ടപ്പെടും എന്നാണ് ഡ്രൈവർ പറയുന്നത്.
നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. അവർ സ്റ്റോറി ബിഗിൻസ് ഇൻ അമേരിക്ക. നമ്മുടെ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കയിലാണ്. ഇൻ എ ടൗൺ കാൾഡ് മോൺഗോമറി. ആ ടൗണിനെ വിളിക്കുന്ന പേരെന്താണ്? മോൺഗോമറി എന്നുള്ള ചെറിയൊരു ടൗണിലാണ്, അമേരിക്കയിലെ ടൗണിലാണ് ഇത് സംഭവിക്കുന്നത്, ഈ കഥ തുടങ്ങുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് നോക്കൂ. റോസ വാസ് ആൻ ഓർഡിനറി വുമൺ വിത്ത് എ ജോബ് ഇൻ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. എന്താ പറയുക? ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സെല്ലാം ഉണ്ടാക്കുന്ന ഒരു കടയിൽ ജോലി ചെയ്യുന്ന സാധാരണ ഒരു വനിതയായിരുന്നു നമ്മുടെ റോസ. ദ ഡേ വാസ് ആൻ ഓർഡിനറി വർക്കിംഗ് ഡേ. ആ ദിവസം എന്ന് പറയുന്നത് സാധാരണ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓൺ ഡിസംബർ ഇൻ ദ ഇയർ 1955. ഏതായിരുന്നു ആ ദിവസം? ഡിസംബർ 1, 1955 ആയിരുന്നു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഡിസംബർ 1 എന്താണ് സംഭവിച്ചത് അതാണ് ഇനി നമ്മൾ താഴെ പറയുന്നത്. മനസ്സിലായല്ലോ? ആ ദിവസം സാധാരണ ഒരു ദിവസമായിരുന്നു. ആ ദിവസം എന്നായിരുന്നു എന്നാ പറയുന്നത്? ഡിസംബർ 1, 1955 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ദിവസം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇനി താഴോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദെൻ നോക്കൂ നെക്സ്റ്റ് പാരഗ്രാഫ്. റോസ ഹാഡ് എ ലവിങ് ഫാമിലി. റോസയ്ക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഷീ എൻവിഡ് നോബഡി. അവൾക്ക് ആരോടും അസൂയൊന്നും ഇല്ല. ഹെർ മാനേഴ്സ് വേർ മൈൽഡ്. വളരെ മാന്യമായിട്ടാണ് അവൾ എല്ലാവരോടും പെരുമാറിയിരുന്നത്. ഷീ സ്പോക്ക് ഇൻ എ ക്വയറ്റ് സോഫ്റ്റ് വോയിസ്. അവൾ എങ്ങനെയാണ് സംസാരിക്കുക? ശാന്തമായി നല്ല സോഫ്റ്റ് വോയിസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. ശാന്തമായി മെല്ലെ പതുക്കെ സോഫ്റ്റ് വോയിസിലാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മാന്യമായ പെരുമാറിയിരുന്നത്. She always obeyed the laws of the country and broke no rules. അവൾ എല്ലാ സമയത്തും ആ കൺട്രിയുടെ നിയമങ്ങളെല്ലാം തന്നെ ഒബേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബേ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രോക്ക് നോ റൂൾസ്. ഒരു റൂൾസും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു റൂൾസും തന്നെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ രാജ്യത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും കൃത്യമായി തന്നെ പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ റോസ. നെക്സ്റ്റ് നോക്കൂ. ബട്ട് ഇൻ ദോസ് ഡേയ്സ്. എന്നാൽ ആ ദിവസങ്ങളിൽ നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വേർ ഫെയർ. എല്ലാ നല്ല നിയമങ്ങളോ നല്ല റൂളുകളോ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. എവിടെ ഉണ്ടായിരുന്നത്? എവിടുത്തെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്? നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അമേരിക്കയിലെ മോൺഗോമെറിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ. ആ ഈ മോൺഗോമെറിയിൽ എന്താ ഉള്ളത്? നല്ല നിയമങ്ങളോ നല്ല റൂളുകളോ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ദാറ്റ് ഡേ വെൻ റോസ സാറ്റ് ഇൻ ദാറ്റ് seat on that bus, she had not thought of breaking any rules. ദാറ്റ് ഡേ, ആ ദിവസം റോസ എന്താ ചെയ്തത്? റോസ സാറ്റ് ഇൻ ദാറ്റ് സീറ്റ് ഓൺ ദാറ്റ് ബസ്. ആ ബസ്സിലെ ഒരു സീറ്റിൽ പോയിരുന്നു, റോസ ഇരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞല്ലേ, നമ്മൾ ഒരു ബസ് കണ്ടു, അതിൽ എംറ്റി ആയിരുന്നു, ടിക്കറ്റ് കൊടുത്ത് സീറ്റിലിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു ബസ്സിൽ കണ്ടപ്പോൾ ആ ബസ്സിൽ കയറി ആ സീറ്റിൽ ഇരുന്നു. ആ സമയത്ത് ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾസ്. എന്തെങ്കിലും ഒരു റൂൾ ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയല്ല അവിടെ ഇരുന്നത് അല്ലേ. അവർ ഇരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കാലിന് ടയേർഡാണ്, അവർ ടയേർഡായത് കൊണ്ടാണ് അവർ അവിടെ ഇരുന്നിരുന്നത്. അല്ലാതെ ഒരു റൂള് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടല്ല, ഒരു റൂള് അവിടുത്തെ നിയമം തെറ്റിക്കണം എന്ന് കരുതിയല്ല അവരവിടെ ഇരുന്നത്. ഇറ്റ് ഹാപ്പൻ ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ്. ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ഇത് സംഭവിച്ചത്. എന്താ സംഭവിച്ചത് നോക്കാം. വെൻ ദ വാർണിംഗ് ബെൽ റാങ്. വാർണിംഗ് ബെൽ എന്താ? ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെല്ലടിക്കും അല്ലേ, ബാക്കിൽ നിന്നിട്ട് ബെല്ലടിക്കാറുണ്ട്. അങ്ങനെ വാർണിംഗ് ബെല്ല് റിങ് ചെയ്തു. പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. പാസഞ്ചേഴ്സ് എല്ലാം, യാത്രക്കാരെല്ലാം എന്ത് ചെയ്തു? തിരക്കി. നമ്മൾ പോകാൻ സമയത്താണല്ലോ ബസ്സിലേക്ക് ഒന്നിച്ച് കയറുക അല്ലേ. അതുവരെ നമ്മൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. ബെല്ലടിക്കുന്ന ബസ് എടുക്കുന്ന സമയത്താണ് മിക്കവാറും എല്ലാവരും ബസ്സിലേക്ക് തള്ളി കയറാറുള്ളത്. അങ്ങനെ യാത്രക്കാർ ഒന്നിച്ച് തിരക്കി കയറി. മെനി ഓഫ് ദം വർ വൈറ്റ് അമേരിക്കൻസ്. അതിൽ
മിക്കവാറും എല്ലാവരും എന്താണ്, വൈറ്റ് അമേരിക്കൻസ് ആണ്, വൈറ്റ് കളറുള്ള അമേരിക്കൻസ് ആണ്. ഈച്ച് ടൈം വൈറ്റ് പാസഞ്ചർ ക്ലൈംബ്ഡ് ഇൻ ടു ദ ബസ്, എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് എവേ. എന്താ പറയുന്നത്, ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംബ്ഡ് ഇൻ ടു ദ ബസ്. ഓരോ സമയത്ത് ഒരു വൈറ്റ് പാസഞ്ചർ ബസ്സിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് എവേ. ബ്ലാക്ക് പാസഞ്ചർ എന്ത് ചെയ്യണം, ആ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകണം. മനസ്സിലായോ? ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുകയാണെങ്കിൽ, ബ്ലാക്ക് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് പാസഞ്ചർ കയറുന്ന സമയത്ത്, ഒരു വെള്ള കളറുള്ള ആള് കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ കറുത്ത ആള് എന്ത് ചെയ്യണം, എണീറ്റ് കൊടുക്കണം. വൈറ്റ് പാസഞ്ചറിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് പാസഞ്ചർ എണീറ്റ് കൊടുത്തിട്ട് അവിടെ നിന്നും മാറിപ്പോകണം. അതാണ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ റൂൾ എന്താണെന്ന്? ഒരു വൈറ്റ് പാസഞ്ചർ ബസ്സിലെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ബ്ലാക്ക് പാസഞ്ചർ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതാണ് നിയമം. ദ റൂൾ വാസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. അല്ലേ? ഇത് ഈ നിയമം എന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ വ്യക്തവുമാണ്. ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. എന്താ പറയുന്നത് നോക്കൂ, ബ്ലാക്ക് പാസഞ്ചർ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം വൈറ്റ് പാസഞ്ചർ വരുന്ന സമയത്ത്. ദേ ഹാഡ് ടു ഗെറ്റ് ഓഫ് ബസ് ആൻഡ് ഗോ റൗണ്ട് ടു ദ ബാക്ക് ഡോർ. എന്താ പറയുന്നത്, അവർ അങ്ങനെ വരുന്ന സമയത്ത് വൈറ്റ് പാസഞ്ചർ കയറുന്ന സമയത്ത് ബ്ലാക്ക് പാസഞ്ചർ സീറ്റിൽ നിന്ന് എണീറ്റ് കൊണ്ട് ബാക്ക് ഡോറിലൂടെ പുറത്ത് പോവണം. They could then get on the bus again and standing passengers. എന്നിട്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒരു സ്റ്റാൻഡിങ് പാസഞ്ചർ ആയിട്ട് വീണ്ടും ബസ്സിലേക്ക് കയറാവുന്നതാണ്. മനസ്സിലായോ? വൈറ്റ് പാസഞ്ചർ വരുന്ന സമയത്ത് ബ്ലാക്ക് പാസഞ്ചർ എന്ത് ചെയ്യണം, സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ നിന്ന് എണീറ്റ് ബസ്സിൻ്റെ ബാക്ക് ഡോറിലൂടെ പുറത്തു പോകണം. പിന്നീട് അവർക്ക് എന്ത് ചെയ്യാം, പിന്നീട് അവർക്ക് ഒരു സ്റ്റാൻഡിങ് പാസഞ്ചറായിട്ട്, നിൽക്കുന്ന പാസഞ്ചറായിട്ട് അവർക്ക് ബസ്സിലേക്ക് വീണ്ടും കയറാം. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദാറ്റ് ഡേ, ആ ദിവസം, ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദർ സീറ്റ് എക്സെപ്റ്റ് റോസ. ആ ദിവസം എന്താ സംഭവിച്ചത്, എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും എണീറ്റ് കൊടുത്തു, നമ്മുടെ റോസ ഒഴികെ. എക്സെപ്റ്റ് റോസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റോസ പാർക്ക് ഒഴികെ മറ്റെല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും എണീറ്റ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് എണീറ്റ് കൊടുത്ത്, വൈറ്റ് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാം സീറ്റ് എണീറ്റ് കൊടുത്തു. എന്നാൽ റോസ എണീറ്റ് കൊടുത്തില്ല, റോസ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. അവർക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ, എന്താ സംഭവിക്കുന്നത് എന്ന് പോലും നോക്കാത്ത രീതിയിൽ അവരെന്ത് ചെയ്തു, അവിടെ തന്നെ ഇരുന്നു. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. എന്നാൽ വൈറ്റ് പാസഞ്ചർ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ദാറ്റ് ഡേ, ആ ദിവസം, ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദെയർ സീറ്റ്സ് എക്സെപ്റ്റ് റോസ. എല്ലാ ഇരിക്കുന്ന ബ്ലാക്ക് പാസഞ്ചേഴ്സും അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. എക്സെപ്റ്റ് റോസ, റോസ ഒഴികെയുള്ള എല്ലാ ബ്ലാക്ക് പാസഞ്ചർ. റോസ ഒരു ബ്ലാക്ക് പാസഞ്ചറാണ് അല്ലേ, വൈറ്റ് അല്ല, ബ്ലാക്ക് ആണ് റോസ. അങ്ങനെ എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും വൈറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. എന്നാൽ റോസ ഒഴിഞ്ഞു കൊടുത്തില്ല. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അവർ മൈൻഡ് ചെയ്തില്ല. അവർ അവിടെ എന്താ സംഭവിക്കുന്നതൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. ഒരു വൈറ്റ് പാസഞ്ചർ ഡോറിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റോസയെ ഇങ്ങനെ എന്താ അപ്പം നീ എണീക്കാത്തത് എന്ന രീതിയിൽ അവരെ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല, റോസ അവിടെ നിന്ന് അനങ്ങിയില്ല, അവിടുന്ന് ഒന്നും പോയില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവരവിടെ തന്നെ ഇരുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ലീവ്. ഇപ്പോൾ ബസ് എടുക്കാനുള്ള സമയമായി. ബട്ട് ഹൗ കുഡ് ദ ഡ്രൈവർ സ്റ്റാർട്ട്. എങ്ങനെയാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുക, ഡ്രൈവർ എങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്യും? എന്താ കാര്യം? കാരണം ഒരു വൈറ്റ് പാസഞ്ചർ അവിടെ നിൽക്കുകയാണ്. വൈറ്റ് പാസഞ്ചർ ഒരിക്കലും നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിയമം. വൈറ്റ് പാസഞ്ചേഴ്സ് എല്ലാം തന്നെ സീറ്റിലിരിക്കണം, ബ്ലാക്ക് പാസഞ്ചേഴ്സ് നിൽക്കണം.
ബ്ലാക്ക് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പാടില്ല. വൈറ്റ് പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ഇരുന്നാണ് വേണം യാത്ര ചെയ്യാൻ. എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഡോറിൻ്റെ അടുത്ത് ഒരു വൈറ്റ് പാസഞ്ചർ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഡ്രൈവർക്ക് എങ്ങനെ വണ്ടി എടുക്കാൻ സാധിക്കും? A white passenger was standing at the door and a black passenger was not getting up. അല്ലേ, ഒരു വൈറ്റ് പാസഞ്ചർ അവിടെ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, എന്നാൽ ഒരു ബ്ലാക്ക് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നുമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ബ്ലാക്ക് പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിരുന്നു അല്ലേ. എന്താ സംഭവിക്കുന്നത്? അവരുടെ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഒരു വൈറ്റ് പാസഞ്ചർ അവിടെ നിൽക്കുന്നുമുണ്ട്, ഒരു ബ്ലാക്ക് പാസഞ്ചർ അവിടെ ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി എടുക്കുക? അത് ഒരിക്കലും സാധ്യമാകുകയില്ല, വണ്ടി എടുക്കാൻ കഴിയില്ല. നെക്സ്റ്റ് പേര് നോക്കൂ. അതർ പാസഞ്ചേഴ്സ് ഗ്രൂ ഇംപേഷ്യന്റ്. മറ്റു യാത്രക്കാർക്ക് എന്താണ്? ദേഷ്യം വരല് തുടങ്ങി, അവരുടെ ക്ഷമയെല്ലാം നശിച്ചു തുടങ്ങി. ദേ ഗേവ് ഹെർ ഹാംഗ്രി ലുക്ക്. അവരെല്ലാം ഈ റോസയെ ദേഷ്യത്തോടു കൂടെ നോക്കി. ദേ മട്ടേഡ് കേഴ്സസ് അറ്റ് ഹെർ. എന്നിട്ട് അവരെന്താ പിറുപിറുത്തുകൊണ്ട് ഇത് റോസയ്ക്കെതിരെ റോസയോട് പിറുപിറുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, പ്രാകുന്നുണ്ട്. റോസ നൈദർ സ്പോക്ക് നോ സ്റ്റിഡ്, ഷീ സാറ്റ് സ്റ്റിൽ. റോസ ഒന്നും സംസാരിച്ചതുമില്ല, യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ തന്നെ ഇരുന്നു. ദെൻ ഷീ വാസ് തിങ്കിങ്. എന്നിട്ട് അവർ ആലോചിച്ചു, വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്? ഞാൻ എന്തിനാ എണീക്കണം? I have paid the same as the white passenger has paid. വൈറ്റ് പാസഞ്ചർ കൊടുത്ത അതേ പൈസ തന്നെയാണ് ഞാനും കൊടുത്തത്, അതേ സെയിം പൈസ തന്നെയാണ് ഞാനും കൊടുത്തത്. പിന്നെ എന്തിനാ ഞാൻ എണീക്കണം? മൈ ടിക്കറ്റ് ഈസ് നോട്ട് എ സെൻറ്റ് ചീപ്പർ ദാൻ ഹിസ്. എൻ്റെ ടിക്കറ്റ് എന്താണ് അവരുടേതിനേക്കാൾ വില കുറവൊന്നുമല്ല, ഒരേ പൈസ തന്നെയാണ് രണ്ടിനും. ഞാൻ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ടിക്കറ്റ് പൈസ കുറച്ചൊന്നുമല്ല ഉള്ളത്. എല്ലാവരുടെ ടിക്കറ്റിനും ഒരേ ഫെയറാണ്, ഒരേ റേറ്റാണുള്ളത്. പിന്നെ എന്തിനു ഞാൻ എണീക്കണം? ഞാനും അതേ ടിക്കറ്റ് തന്നെയല്ലേ കൊടുത്തത്. ആൻഡ് ഐ ആം മോർ ടയേർഡ് ദാൻ ഹീ ഈസ്. എന്നാൽ ഞാനാണെങ്കിലോ അവിടെ അയാളെക്കാളും ഞാൻ ക്ഷീണിതയാണേനും. അവിടെ നിൽക്കുന്ന വൈറ്റ് പാസഞ്ചറിനേക്കാളും ഞാൻ ക്ഷീണിതയാണ്. എന്നാൽ അവർ കൊടുത്ത അതേ ടിക്കറ്റ് തന്നെയാണ് ഞാനും കൊടുത്തത്. പിന്നെ എന്തിനാ ഞാൻ എണീക്കണം? ആൻഡ് ഹീ ഈസ് നൈദർ ഓൾഡ് ഓർ നോർ ഡിസേബിൾഡ്. അവരാണെങ്കിൽ വയസ്സായതുമല്ല, അതുപോലെ ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? വികലാംഗയൊന്നുമല്ല. വികലാംഗൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, അംഗവൈകല്യമുള്ള ആളുമല്ല, അവർ പ്രായമായ ആളൊന്നുമല്ല. അയാൾ സാധാരണ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. പിന്നെ ഇതെന്തിനു ഞാൻ എണീറ്റ് കൊടുക്കണം? സോ വൈ ഷുഡ് ഐ ഗിവ് അപ്പ് മൈ സീറ്റ്? ഞാൻ എന്തിനു എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം? ഹീ ഈസ് ആസ്കിങ് ഫോർ ദിസ് സീറ്റ് ബിക്കോസ് ഹീ ഈസ് എ വൈറ്റ്. അവർ ഈ സീറ്റ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഒരു വൈറ്റ് മാൻ ആയി, അവർ വെളുത്ത വർഗ്ഗക്കാരായി എന്നുള്ളത് കൊണ്ടാണ് എന്നോട് ഈ സീറ്റ് ചോദിക്കുന്നത്. ദാറ്റ് കാൺട്ട് ബി റൈറ്റ്. എന്താ പറയുന്നത്? അത് ഒരു നല്ലൊരു അവകാശമല്ല, അത് ശരിയായ ഒരു കാര്യമല്ല അല്ലേ. അത് എങ്ങനെയാണ്? ദാറ്റ് ക്യാൻ ബി റൈറ്റ്. അത് ശരിയായൊരു കാര്യമല്ല. അവർ വൈറ്റ് ആയതുകൊണ്ടാണ് എന്നെ എണീപ്പിക്കുന്നത്, അല്ലാതെ അവർക്ക് വികലാംഗയോ വൃദ്ധ വയസ്സായതോ ഒന്നുമല്ല. കാര്യം എന്താണ്? കളറിൻ്റെ പ്രശ്നത്തിൽ മാത്രമാണ് അവരെന്നെ എണീപ്പിക്കുന്നത്. അത് ശരിയല്ല. ദാറ്റ് മൊമെൻറ്റ് റോസ മെയ്ഡ് എ ഡിസിഷൻ. ആ സമയത്ത് റോസ ഒരു തീരുമാനം എടുത്തു. ദിസ് റൂൾ ഈസ് അൺഫെയർ. ഈ റൂള് ഒരു നല്ല റൂൾ അല്ല, അത് നല്ലൊരു റൂൾ അല്ല. ആൻഡ് റൂൾസ് ഔട്ട് ടു ബി ഫെയർ. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാകണം. ഇഫ് എ റൂൾ ഈസ് അൺഫെയർ എന്ന റൂള് നല്ലതല്ല എങ്കിൽ ഇറ്റ് ഔട്ട് ടു ഗോ. അതെന്ത് ചെയ്യണം? പുറത്തു പോകണം. നിയമങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതായിരിക്കണം അല്ലേ. ഒരാൾക്ക് വേറെ നിയമം മറ്റേയാൾക്ക് വേറെ നിയമം ആകാൻ പാടില്ല. അവിടെയുള്ള എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമായിരിക്കണം. ഇനി അങ്ങനെ ഒരേ നിയമം അല്ല എങ്കിൽ ആ നിയമം ഇവിടുന്ന് എടുത്ത് കളയണം. ഇറ്റ് ഹൗസ് നോട്ട് ടു ബി ഇൻ ദ റൂൾ ബുക്ക്. അത് എന്ത് ചെയ്യരുത്? അത് റൂൾ ബുക്കിൽ, നിയമ പുസ്തകത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു നിയമം റൂൾ ബുക്ക് നിയമ പുസ്തകത്തിൽ ഉണ്ടാകാൻ പാടില്ല. Therefore it ought not to be obeyed. എന്താ പറഞ്ഞത്? നിയമത്തിൻ്റെ ബുക്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അനുസരിക്കേണ്ട ആവശ്യവുമില്ല. The people go on obeying such a bad rule, it will stay in the book forever.
ഇങ്ങനത്തെ നിയമങ്ങൾ ജനങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ മോശമായ നിയമങ്ങൾ ജനങ്ങൾ ഒബേ ചെയ്യുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ അത് ആ റൂൾ ബുക്കിൽ തന്നെ നിലനിൽക്കും. അത് ഒരിക്കലും എടുത്തു കളയില്ല. അല്ല, ഇങ്ങനെ മോശപ്പെട്ട ജനങ്ങൾ അനുസരിച്ച് വരികയാണെങ്കിൽ അത് ആ റൂൾ ബുക്കിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയാൻ സാധ്യതയില്ല. അത് അനുസരിക്കാതെ നിൽക്കണം, എങ്കിൽ മാത്രമേ റൂൾ ബുക്കിൽ നിന്ന് അത് പുറത്ത് കളയുകയുള്ളൂ. So, someone should do something about it someday. I think that day has arrived. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ചെയ്യണം. എന്തിനു വേണ്ടി ചെയ്യണം? ഈ മോശമായ നിയമത്തിനെതിരെ. അല്ലേ, ഇവിടെ ഒരു നിയമമുള്ളത് എന്താണ്? വൈറ്റ് പാസഞ്ചേഴ്സ് ഇരിക്കണം, ബ്ലാക്ക് പാസഞ്ചേഴ്സ് നിൽക്കണം എന്നുള്ള ഇങ്ങനത്തെ മോശമായ നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ നിയമത്തിനെതിരെ എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. ഐ തിങ്ക് ദാറ്റ് ഡേ ഹാസ് അറൈവ്ഡ്. ഞാൻ വിചാരിക്കുന്നു ആ ദിവസമാണ്, ആ ദിവസം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. Then next നോക്കൂ. Now when Rosa did not get up, the driver got angry. റോസ എണീറ്റിട്ടില്ല അല്ലേ, അപ്പോൾ എന്ത് ചെയ്തു? ഡ്രൈവർക്ക് ദേഷ്യം വന്നു. If he let her sit and left a white passengers standing. എന്താ പറയുന്നത്? അദ്ദേഹം അവരെ അവിടെ ഇരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ, വൈറ്റ് പാസഞ്ചേഴ്സിനെ നിൽക്കാൻ അനുവദിക്കുകയും, ഈ ഡ്രൈവറെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ ഡ്രൈവർ എന്ത് ചെയ്യണം? ഈ ബ്ലാക്ക് പാസഞ്ചേഴ്സിനെ അവിടെ ഇരിക്കാനും അതുപോലെ വൈറ്റ് പാസഞ്ചേഴ്സിനെ അവിടെ നിൽക്കാനും അനുവദിക്കുകയാണെങ്കിൽ ഹി വാസ് ബ്രേക്കിംഗ് ദ ലോ. ആ ഡ്രൈവർ എന്ത് ചെയ്തു? ലോ ബ്രേക്ക് ചെയ്തു എന്നാണ് അർത്ഥം. അല്ലേ, ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കാൻ പാടില്ല അല്ലേ, വൈറ്റ് പാസഞ്ചർ ആണ് ഇരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? റോസ എഴുന്നേറ്റിട്ടില്ല, ആ വൈറ്റ് പാസഞ്ചർ ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിൽക്കുകയും ബ്ലാക്ക് പാസഞ്ചറായ റോസ ഇരിക്കുകയും ചെയ്തുകൊണ്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ഡ്രൈവർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ലോ, അവിടുത്തെ നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്. He and his company could be punished for it. അങ്ങനെ അയാൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഡ്രൈവർ ചെയ്യുകയാണെങ്കിൽ, അതിനെ അനുവദിക്കുകയാണെങ്കിൽ ആ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ കമ്പനിയെയും ശിക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡ്രൈവർ ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുകയും വൈറ്റ് പാസഞ്ചർ നിൽക്കുകയും ചെയ്തുകൊണ്ട് ബസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഡ്രൈവർ പണിഷ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. He got up from his seat. ഡ്രൈവർ എന്ത് ചെയ്തു? അയാളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. Get up and go to the back. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് എണീറ്റ് നേരെ റോസ പാർക്കിൻ്റെ അടുത്തേക്ക് പോയി. He ordered, but Rosa sat still. എന്നിട്ട് റോസയോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. പക്ഷേ റോസ എന്ത് ചെയ്തു? Do not stand up. Rosa sat still. റോസ അവിടെ തന്നെ ഇരുന്നു. I told you get up. ഞാൻ പറഞ്ഞത് നിന്നോട് എണീക്കാനാണ്. He said. അവൻ പറഞ്ഞു. But Rosa did not move. എന്നിട്ടും റോസ എന്ത് ചെയ്തില്ല? അവിടെ നിന്ന് അനങ്ങിയില്ല. ഡ്രൈവർ എണീറ്റ് വന്ന് നിന്നോട് എണീക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷെ റോസ എന്ത് ചെയ്തില്ല? അവിടെ നിന്ന് അനങ്ങിയില്ല. She did not get up. അവർ എഴുന്നേറ്റില്ല. The driver got off the bus and brought the police in. അവരെന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു. They arrested Rosa, said she had broken the law and sent her to jail. റോസയെ ഇയാൾ പറഞ്ഞത് കേട്ടില്ല, ഡ്രൈവർ പറഞ്ഞിട്ടും റോസ കേട്ടില്ല. അങ്ങനെ വന്നപ്പം ഡ്രൈവർ എന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് റോസയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മനസ്സിലായല്ലോ? Then next നോക്കൂ. The news of Rosa arrested soon spread all over the town. ഈ റോസയെ അറസ്റ്റ് ചെയ്ത വിവരം, വാർത്തയെല്ലാം തന്നെ ആ ടൗണിലാകെ പരന്നു. The black people of Montgomery decided to fight for her to come out of jail. ആ മോൺഗോമറിയിലെ എല്ലാ ബ്ലാക്ക് പീപ്പിളും, എല്ലാ കറുത്ത വർഗ്ഗക്കാരും എന്ത് ചെയ്തു? അവരൊരു തീരുമാനമെടുത്തു. ഈ റോസയെ ജയിലിൽ നിന്ന് ഇറക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ, പോരാടാൻ, അതിനെതിരെ പോരാടാൻ, അവരെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോരാടാൻ തന്നെ ഒരു തീരുമാനിച്ചു. They knew they could not fight with the police. അവർക്കറിയാം പോലീസിന് നേരെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
പോലീസിന് നേരെ പോലീസ് നല്ല ശക്തമാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ പോലീസിന് നേരെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ബ്ലാക്ക് പീപ്പിൾസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ എന്താ ചെയ്തത്? ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് ദ ബസ് കമ്പനി ഇൻസ്റ്റെഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ബസ് കമ്പനിക്ക് നേരെ പോരാടാനാണ് അവർ തീരുമാനിച്ചത്. പോലീസിന് നേരെ പോരാടിയിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ അവർ ആരുടെ നേരെ പോരാടാനാണ് തീരുമാനമെടുത്തത്? ബസ് കമ്പനിക്ക് നേരെ പോരാടാൻ തീരുമാനിച്ചു. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദേ ബോയ്കോട്ടഡ് ദ ബസ്. അവർ എന്താണ് അവരുടെ തീരുമാനം? ബോയ്കോട്ടഡ് ദ ബസ്. അവർ ബസ് എല്ലാം ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബസ്സിൽ കയറില്ല എന്ന് ബസ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് അവരെത്തിയത്. ദിസ് മീൻസ് ദേ സ്റ്റോപ്പ്ഡ് യൂസിങ് ദം. ബോയ്കോട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് മീൻസ് ദ സ്റ്റോപ്പ്ഡ് യൂസിങ് ദം. അവർ അത് ഉപയോഗിക്കുന്നത്, ബസ്സിൽ കയറുന്നത് ഉപേക്ഷിക്കാൻ, അത് ബസ് ഉപയോഗിക്കുന്നത് നിർത്തുക എന്നതാണ് പറഞ്ഞത്. No black passengers, they said, will use the city buses until Rosa is free. അവരെന്ത് ചെയ്യും? സിറ്റി ബസ് യൂസ് ചെയ്യും. ഈ റോസ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ സിറ്റി ബസ് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഈ കമ്പനി ബസ്സിൽ കയറില്ല. റോസ ഫ്രീ ആകുന്നത് വരെ ഞങ്ങൾ അത് യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റെഡ് ദേ വെന്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർ ദ കോസ്റ്റ് ഓഫ് ടാക്സസ്. അപ്പോൾ അവർ പിന്നെ എങ്ങനെ പോകും എന്നാ പറഞ്ഞത്? അവർ പ്രൈവറ്റ് കാറും അതുപോലെ ടാക്സി എല്ലാം വിളിച്ച് അതിൻ്റെ പൈസയെല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. ബസ്സിൽ ഇനി അവർ പോകില്ല എന്നാണ് പറഞ്ഞത്. റോസ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ബസ്സെല്ലാം അവർ ഉപേക്ഷിച്ചു. ബസ് യൂസ് ചെയ്യില്ല. പകരം അവരെന്ത് ചെയ്യും? കാറോ അല്ലെങ്കിൽ ടാക്സിയോ വിളിച്ച് പൈസയെല്ലാം ഷെയർ ചെയ്തിട്ട് പോകാം എന്ന തീരുമാനത്തിലാണ് അവർ എത്തിയത്. The next paragraph നോക്കൂ. The Montgomery bus boycotted went on in this way for more than a year. ഇങ്ങനെ ഈ ബസ് ബഹിഷ്കരണം ഒരു വർഷത്തെക്കാളും നിലനിന്നു. ഒരു വർഷത്തിൽ ഈ ബസ് ബഹിഷ്കരിച്ചല്ലോ അല്ലേ. ഈ കാര്യം ഒരു കൊല്ലത്തിലേറെ ആയിട്ട് അത് അങ്ങനെ സംഭവിച്ചു. ഇറ്റ് ലാസ്റ്റഡ് എക്സാക്ട്ലി 81 days. എത്ര ദിവസം നീണ്ടു നിന്നു? 381 ദിവസം അത് നീണ്ടു നിന്നു. അവർ ബസ്സിൽ, ആ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആരും തന്നെ ബസ്സിൽ പോയില്ല. 381 ദിവസം അവർ ആരും ബസ് യൂസ് ചെയ്തില്ല. ഡ്യൂറിങ് ദ ബോയ്കോട്ട് ദ ബസ് കമ്പനി ലോസ്റ്റ് millions of dollars. അങ്ങനെ ഈ സമയത്ത് ഈ 381 ദിവസം ബസ്സിൽ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആരും തന്നെ കയറിയില്ല. അങ്ങനെ വന്നപ്പോൾ മില്യൺ കണക്കിന് ഡോളേഴ്സിൻ്റെ നഷ്ടം വന്നു. ബസ് കമ്പനിക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. This was because there were many more black bus users than white users. എന്താ പറഞ്ഞത്? ഈ വൈറ്റ് പീപ്പിളിനേക്കാളും ഒരുപാട് യാത്ര ചെയ്തിരുന്നത് ബ്ലാക്ക് പാസഞ്ചേഴ്സാണ്. വൈറ്റ് പാസഞ്ചേഴ്സിനേക്കാളും ഒരുപാട് കൂടുതൽ യാത്ര ചെയ്തിരുന്നത് ബ്ലാക്ക് പാസഞ്ചേഴ്സാണ്. എന്നാൽ ഈ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഒന്നും തന്നെ 381 ദിവസമായിട്ട് അവരാരും ഈ ബസ്സിൽ കയറുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് നഷ്ടം ബസ് കമ്പനിക്ക് വന്നു. Without black passengers, bus ran almost empty. ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആരും തന്നെ കയറാത്തത് കൊണ്ട് ബസ്സെല്ലാം എന്താണ്? എംറ്റി ആണ്, ഓൾമോസ്റ്റ് ഒഴിഞ്ഞാണ്, കാലിയായിട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. Meanwhile, Rosa Parks was tried in a court of law. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റോസ എന്ത് ചെയ്തു? റോസ പാർക്ക് എവിടെയായിരുന്നു? കോടതിയിൽ ഹാജരാക്കി. The judge ordered her to pay a fine. ജഡ്ജി എന്ത് ചെയ്തു? ഫൈൻ അടക്കാൻ പറഞ്ഞു. എന്തിനു ഫൈൻ അടക്കാൻ പറഞ്ഞത്? അവർ നിയമം തെറ്റിച്ചു അല്ലേ, നിയമം ലംഘിച്ചത് കൊണ്ട് റോസ പാർക്കിന് ഫൈന് അടക്കാൻ വേണ്ടി പറഞ്ഞു. He said she had broken the law of segregation. വിവേചനത്തിൻ്റെ ലോ അവർ ലംഘിച്ചു. ഏത് നിയമമാണ് അവർ ലംഘിച്ചത്? വിവേചനത്തിൻ്റെ നിയമം ആണ് റോസ ലംഘിച്ചത്. അതുകൊണ്ട് ഫൈൻ അടക്കണം എന്നാണ് ജഡ്ജി പറഞ്ഞത്. റോസ ലോയേഴ്സ് അഡ്വൈസ്ഡ് ഹർ നോട്ട് ടു പേ ദ ഫൈൻ. റോസയുടെ അഡ്വക്കേറ്റ്, നമുക്ക് വക്കീലുണ്ടായിരിക്കും അല്ലേ, നമ്മൾ കേസ് വാദിക്കാൻ പോകുമ്പോൾ നമുക്കൊരു വക്കീലും അവർക്കൊരു വക്കീലും ഉണ്ടായിരിക്കും. റോസയുടെ വക്കീൽ എന്ത് പറഞ്ഞു? നിങ്ങൾ ആ ഫൈൻ അടക്കരുത്. ആൻഡ് ഷീ ടുക്ക് ദെയർ അഡ്വൈസ്. അങ്ങനെ അവർ ആ വക്കീലിൻ്റെ ഉപദേശം എന്ത് ചെയ്തു? അനുസരിച്ചു.
വക്കീൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഫൈൻ അടയ്ക്കരുത്. ഫൈൻ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നിയമം അവിടുന്ന് പോകില്ല. ആ നിയമം വീണ്ടും അങ്ങനെ തന്നെ നിലനിൽക്കും. നിയമം മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫൈന് അടയ്ക്കരുത് എന്ന് വക്കീൽ പറയുകയും വക്കീലിൻ്റെ നിർദ്ദേശം റോസ അനുസരിക്കുകയും ചെയ്തു. Then they went to their higher courts. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഹയർ കോർട്ട്സ്, ഹൈക്കോർട്ടിലേക്ക് പോയി. അത് നമുക്കറിയാം, നമ്മൾ ആദ്യം ചെറിയ കോടതിയിൽ പോകും, അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിലേക്കാണ് നമ്മൾ അവസാനം പോകുക. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഹൈക്കോടതിയിലേക്ക് പോയി. ആൻഡ് ഫൈനലി ടു ദ ഹയസ്റ്റ് കോർട്ട്, ദ അമേരിക്കൻ സുപ്രീം കോർട്ട്. എങ്ങനെ എന്ത് ചെയ്തു? അവർ ഏറ്റവും ഹയസ്റ്റ് കോർട്ടായ സുപ്രീം കോടതിയിലേക്ക്, അമേരിക്കയിൽ സുപ്രീം കോടതിയിലേക്ക് പോയി. The judge of the Supreme Court said that segregation was unlawful in public transport service. അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്താ പറഞ്ഞത്? സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്, വിവേചനം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്, ഒരു പൊതു ഗതാഗതത്തിൽ എന്തല്ല, അങ്ങനത്തെ നിയമം പാടില്ല എന്നാണ് അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞത്. They said it was against the law of the country. അവരെന്ത് പറഞ്ഞു ആ ജഡ്ജി? അങ്ങനത്തെ നിയമം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരാണ് എന്ന് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി പറയുകയുണ്ടായി. എന്താ ഇപ്പം പറഞ്ഞത്? രാജ്യത്തിൻ്റെ നിയമത്തിന് തന്നെ അത് എതിരാണ്. ഒരു പൊതു ഗതാഗതത്തിൽ ഇങ്ങനത്തെ വിവേചനത്തിൻ്റെ നിയമങ്ങളൊന്നും തന്നെ വരാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരാണ് എന്നാണ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്. So it was that Rosa Parks sat still and moved a million miles. She began the Black American people's fight for fairness and justice to all human beings. റോസ പാർക്ക് സാറ്റ് സ്റ്റിൽ ആൻഡ് മൂവ്ഡ് എ മില്യൺ മൈൽസ്. നമ്മൾ പറഞ്ഞു, അവൾ അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ആളുകൾക്ക് നീതി കിട്ടി. ഒരുപാട് ആളുകൾക്ക് മനസ്സ് എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾക്ക് നീതി കിട്ടിയെന്നാണ് പറയുന്നത്. ഷി ബിഗാൻ ദ ബ്ലാക്ക് അമേരിക്കൻ പീപ്പിൾ ഫൈറ്റ് ഫോർ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് തുല്യ നീതി കിട്ടണം എന്നുള്ളതിനുള്ള ഒരു പോരാട്ടം പിന്നീട് റോസ പാർക്ക് ആരംഭിച്ചു. പിന്നെ എന്താ പറയുന്നത്? അമേരിക്കൻസ് കോൾ ഹെർ ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്. സിവിൽ റൈറ്റ്സ് ആർ ദ റൈറ്റ് ഓഫ് എ കൺട്രി സിറ്റിസൺ. അവരെ എന്ത് വിളിച്ചു? ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ അമ്മ എന്ന് അമേരിക്കക്കാർ അവളെ വിളിച്ചു. പിന്നീട് എന്താ? സിവിൽ റൈറ്റ്സ് ആർ ദ റൈറ്റ് ഓഫ് കൺട്രി സിറ്റിസൺ. പൗരാവകാശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് എന്നാണ് പറഞ്ഞത്. Many years before, Rosa Parks sat still in the bus. ഇതേപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ റോസ പാർക്ക് സാറ്റ് സ്റ്റിൽ ഇൻ ദ ബസ്സിൽ റോസ പാർക്ക് ഇരുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സംതിങ് എൽസ് ഹാഡ് ഹാപ്പൻ ഇൻ അനദർ കൺട്രി. ഇതുപോലത്തെ ഒരു സംഭവം വേറൊരു രാജ്യത്ത് കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. റോസ പാർക്ക് എഴുന്നേൽക്കാതെ ഇരുന്നത് പോലത്തെ ഒരു സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വേറൊരു രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. A man called Mohandas Karamchand Gandhi sat still in a train in South Africa. അതാരാണ്? A man called Mohandas Karamchand Gandhi. അതാരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ ഗാന്ധിജി അല്ലേ? നമ്മുടെ ഗാന്ധിജി ഇതുപോലെ ട്രെയിനിൽ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ സീറ്റിലിരുന്നിരുന്നു. ഈ refused to get off. അദ്ദേഹവും എന്ത് ചെയ്തു? എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. The white passengers threw him out. അങ്ങനെ വന്നപ്പോൾ വൈറ്റ് പാസഞ്ചേഴ്സ് അദ്ദേഹത്തെ എടുത്ത് പുറത്തിട്ടു. There were many other stories of his courage and of the courage others got from him to fight for their rights. എന്താ പറയുന്നത്? മറ്റുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ വേണ്ടി പോരാടാനുള്ള ധൈര്യമാണ് കിട്ടിയത്. ഈ ഗാന്ധിജിയിൽ നിന്ന് അങ്ങനെ കിട്ടി. എന്താ കിട്ടിയത് പറഞ്ഞത്? മറ്റുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടി പോരാടാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നാണ് പറയുന്നത്.
മനസ്സിലായല്ലോ. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന സിമ്പിളായ ഒരു സ്റ്റോറിയാണ്. വിവേചനത്തിനെതിരെ പോരാടിയ റോസ പാർക്കിൻ്റെ സ്റ്റോറിയാണ് ഇത്. അങ്ങനെ അവർ ആ നിയമം ഇല്ലാതാക്കി, ആ റൂൾ അവിടെ ബ്രേക്ക് ചെയ്തു, അങ്ങനെ നേടിക്കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒരു ആക്ടിവിറ്റി ഉള്ളൂ എന്ന് തോന്നുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.